മക്കൾ വിശദീകരിക്കപ്പെടണമെങ്കിൽ മാതാപിതാക്കൾ വിശുദ്ധരായിട്ട് മാറും, അല്ലെങ്കിൽ മക്കളും വഴിതെറ്റുന്നതായിട്ട് മാറും. മാതാപിതാക്കളുടെ ജീവിതത്തിലെ തെറ്റായ ജീവിത രീതികളുണ്ടെങ്കിൽ ഓർക്കുക, മക്കളും ആ വഴി തന്നെ പോകുള്ളൂ. അതുകൊണ്ട് അതിനുശേഷം നിങ്ങൾ നല്ലത് ചെയ്യൂ, ഞങ്ങൾ ഈ വഴി പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ആർക്കും നടക്കില്ല. അതുകൊണ്ടാണ് മോനിക്ക് പുണ്യവതി തന്റെ മകന് വേണ്ടി വിശുദ്ധീകരണത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. ഇതുപോലെ മറ്റുള്ളവർ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നമ്മളും ത്യാഗങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എന്റെ കുടുംബത്തിൽ ആരെങ്കിലും ദുശീലങ്ങളുണ്ടെങ്കിൽ, അതുപോലെ വിശ്വാസം അകന്നു നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഉപദേശത്തിനേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ തന്നെ വിശുദ്ധീകരിക്കപ്പെടും. ത്യാഗങ്ങൾ ഏറ്റെടുക്കുക, ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ത്യാഗം അവർക്ക് അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് ഇന്ന് ദിവസം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ വിശുദ്ധീകരിക്കപ്പെടാനുണ്ടെങ്കിൽ നമ്മൾ ത്യാഗങ്ങൾ ഏറ്റെടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കൾ മാത്രം നന്നായ പോരാ, മാതാപിതാക്കൾ നന്നാകണം. എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് കുടുംബം അനുഗ്രഹമായിട്ട് മാറുന്നത്.